ഹായ്, എല്ലാവർക്കും ഡി ജെ ഫാമിലിയിലേക്ക് സ്വാഗതം. ദച്ചു ഇന്ന് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് തോന്നൂട്ടാ. അപ്പോൾ നമുക്ക് ദച്ചുവിൻ്റെ അടുത്ത് പോയേക്കാം. ദച്ചു, എന്താ സ്പെഷ്യല്? സ്പെഷ്യലൊന്നുമില്ല, ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നോ സ്പെഷ്യൽ, ഓൺലി വെജ്. ഒരു പെരിയും ഒരു ചാറ് കറിയും. എന്ത് പേരുണ്ടാക്കണേ? ബീട്രൂട്ട്. ആഹാ, അടിപൊളി. ധ്രുവക്കൂട്ടനും ഭയങ്കര ഇഷ്ടാട്ടാ ബീട്രൂട്ട് ഉപ്പേരി. ബീട്രൂട്ട് അടിപൊളിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. കുത്തിപ്പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കണേ. ഉള്ളി. പിന്നെ വേറെന്നിട്ടാ? പിന്നെ വെണ്ടക്കായ പുളിങ്കറി. വെണ്ടക്കായ പുളിങ്കറിയോ? കണ്ണേട്ടന് ഇഷ്ടല്ലേ? ഓ, അടിപൊളി. സംഭവം ആദ്യം വെണ്ടക്കായ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് വെണ്ടക്കായ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യാം. അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ വെണ്ടക്കായ അങ്ങനെ ഉടഞ്ഞതായി. പിന്നെ അത് മാത്രല്ല ആ വഴുവഴുപ്പൊക്കെ ഒന്ന് പോയി കിട്ടും. ഓ, അത് കിടുവാണല്ലോ. അപ്പൊ എന്തായാലും എങ്ങനെ ഉണ്ടാക്കണേ ദച്ചുവിന്റെ സ്പെഷ്യൽ എന്ത് സംഭവം എന്നുള്ളത് നമുക്ക് നോക്കട്ടെ. പേരിക്കുള്ളതൊക്കെ ആയി, കാച്ചിയുണ്ട്. അപ്പോൾ അതേ ബീട്രൂട്ടും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചതായി. ആഹാ, അടിപൊളി. നാളികേരം ഒന്നും ഇടണില്ല കേട്ടാ, കാരണം ധ്രുവക്കുട്ടിന് വലിയ താല്പര്യമില്ലാത്ത കാരണം കുത്തി കാച്ചിയ പോലെയാണ്, അങ്ങനെയാണ് ചെയ്യണേ. ഉള്ളി മുളക് ഇട്ട് കാച്ച ചെയ്യണേ, വറ്റൽ മുളക് ഇട്ടിട്ട്. അപ്പോൾ ഈ വെണ്ടക്കായ ഫ്രൈ ആവണു. ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് വെണ്ടക്കായ ഒന്നാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബീട്രൂട്ടിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് അത് ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കും. ബീട്രൂട്ടിൻ്റെ പരിപാടി തീരും. അതല്ല, ഇത് വറുത്തെടുക്കുക ചെയ്യാ വെണ്ടക്കായ? വെണ്ടക്കായ അങ്ങനെ ഫ്രൈ ആയിട്ട് അങ്ങനെയല്ല, ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആവണ പോലെ ആയിട്ട് എടുക്കാന്നല്ലേ? സംഭവം ഞാൻ നീ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഉണ്ടാക്കണ കണ്ടിട്ടില്ല. അതാണ് ഞാൻ വിചാരിച്ച എന്താ ഇങ്ങനെ ഇട്ട് വറക്കണേന്ന് വിചാരിച്ചു. ഇത്ര നീളത്തിലിട്ടിട്ട് ആരെയും വറക്കും. ഞാനതാ വിചാരിച്ച എന്താ സംഭവം ഇടുന്നുണ്ട്. ബീട്രൂട്ട് ഇനി വേവിക്കണല്ലേ? വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ബീട്രൂട്ടിന് എത്രയേ ഉള്ളൂ പരിപാടി. ബീട്രൂട്ടായി അതൊന്ന് ബീട്രൂട്ടിന് എപ്പോഴും ഇത്തിരി വേവ് കൂടുതലാണല്ലോ. ശരിക്കും വേവിച്ചില്ലെങ്കിലേ ഇങ്ങനെ പച്ച പച്ചയായിട്ട് കിടക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്തായാലും അടിപൊളി. അപ്പൊ അത് മൂടി വെച്ചു. വെണ്ടക്കായ ഇത്ര ആയ ശേഷം ഒക്കെ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാണ്. ഓഹോ, അടിപൊളി. ഇത് കിട്ടുവട്ടെ. ഇതെല്ലാരും ഒന്ന് പരീക്ഷിച്ചു. എല്ലാരും ചെയ്യണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടാ, പക്ഷെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ആ ഒരു ക്യൂരിയോസിറ്റി പറയുന്നുണ്ട്. പക്ഷെ പ്രൊസീജിയർ ഞാനല്ല ചെറിയ രീതിയിലൊക്കെ പാചകം ചെയ്യും, പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കടുകും പൊട്ടിച്ച് ഇച്ചിരി ഉലുവ പൊട്ടിക്കുക. അത് മാത്രമായി എടുത്തിട്ട് ആ എണ്ണയിൽ തന്നെയാണ് ചെയ്യണത്. നമുക്ക് വെറുതെ വേസ്റ്റ് ആക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും നന്നായി ചേർക്കണം. പിന്നെ മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ സാമ്പാർ പൊടി. സാമ്പാർ പൊടി ഇടൂലേ? സാമ്പാർ പൊടി 1 സ്പൂൺ ഇട്ടാ നല്ലതാ. അത് കഴിഞ്ഞ് തക്കാളി അത് നന്നായി ഒന്ന് മുരിഞ്ഞു വരുമ്പോ തക്കാളിയും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. പല തരത്തിലുണ്ടാക്കാട്ട ഇത്. ഇനി എന്നിട്ട് വെള്ളം ഒഴിക്കുക. പുളിവെള്ളം അല്ലേ? പുളിവെള്ളം, പുളിങ്കറി അല്ലേ? ചിലവര് തക്കാളി മാത്രമേ ഉള്ളൂ, പുളി ഒഴിക്കണം എന്നില്ല. ഞാൻ ഇത്തിരി പുളി ചേർത്തു. തക്കാളി ചെറിയൊരു തക്കാളിയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഉപ്പിട്ട് നന്നായി ഒന്ന് വേവണം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കില്ലല്ലോ? അതൊന്നായി വരുമ്പോ നമ്മളിനി നാളികേരം അരച്ചൊഴിക്കാണ്ട്. ഇനി നമ്മള് വേവിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ വറുത്ത് വെച്ചിട്ടുള്ള വെണ്ടക്കായ ഇട്ട് കൊടുക്കാം അല്ലേ? ഓ, അപ്പൊ ഇത് അത്രയും കൂടെ ഉടയാണ്ട് ഇങ്ങനെ നല്ലതായിട്ട് കിടക്കൂലേ? അതന്നെ. എത്ര ഇതായാലും കുഴഞ്ഞിങ്ങനെ പൊട്ടി വെണ്ടക്കായ 4 കഷ്ണമായി ഒന്നും പോവില്ല. ചിലവർ സാമ്പാർ വെക്കുമ്പോ കണ്ടിട്ടില്ല. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ? ഇനി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് നാളികേരം നരച്ച് ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിപ്പോ ഒരു നാളികേരം പിന്നെ ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ഇത്തിരി കുരുമുളക് പൊടി, എല്ലാം കൂടി നന്നായി പേസ്റ്റ് ആയിട്ട് അരച്ചു കൊണ്ടുവരാ. അപ്പൊ ഇത് നന്നായി എന്താ പറയാ തിളച്ചു തുടങ്ങി, ഏകദേശമായി തുടങ്ങി. അപ്പോൾ എന്നിട്ട് ഇത് നന്നായി തിളയ്ക്കുമ്പോൾ നമ്മള് ആ അരച്ചു വെച്ചിട്ടില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ബീട്രൂട്ടായി വരണല്ലോ. അപ്പൊ ഇന്ന് രണ്ടും കൂട്ടി ഒരു പിടുത്തം പിടിക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലേ? അടിപൊളിയായി. ഓ, അപ്പൊ വെണ്ടക്കായ പൊട്ടിപ്പോവില്ല അല്ലേ? അതൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ബീട്രൂട്ടായി വരുന്നു. ബീട്രൂട്ടും ഏകദേശം എല്ലാം സെറ്റായിട്ടുണ്ട്, വേവായിട്ടുണ്ട്.
ബീറ്റ്റൂട്ട് ഉപ്പേരി കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഇനി വേറെന്തുട്ടാ പിന്നെ ദേ മുളക് വറക്കണം. ആഹാ ഇത് ഇന്നലെ വാങ്ങിയിട്ടുണ്ടെന്ന് മുളക് കിട്ടും. വാങ്ങാ ചെയ്തേട്ടാവും വീട്ടിലുണ്ടാക്കിയതൊന്നുമല്ല കേട്ടാ. ഇത് ഇവരുടെയാണോ അത് എന്താ പറയാ തിങ്കളുടെ അല്ല സാധാരണയാണ്. അപ്പൊ അങ്ങനെ വെണ്ടക്കായ കറിയായി അപ്പൊ എല്ലാതും ആയിട്ടുണ്ട്. ഇനി ഫുഡ് അടിക്കാം. കുട്ടി കുട്ടി വാശിയായിരുന്നു കേട്ടാ. അവളവിടെ വീണു. അവന്റെ കൂടെ നിന്ന് ഓടിയതായിരുന്നു. അപ്പൊ വീണു. അപ്പൊ അവളെ സമാധാനിപ്പിക്കാൻ ഉള്ള പരിപാടിയില്ല. അപ്പൊ ഞങ്ങള് എല്ലാരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടാ. ഞങ്ങൾ നിലത്തിരുന്നിട്ട് എല്ലാരും കൂടി നിലത്തിരുന്നിട്ട് കഴിക്കുക. അപ്പോൾ ദുർഗേനെ എല്ലാവരും കൂടി അതിൽ ടേബിളിൽ ഇരുത്തി കഴിക്കൽ എളുപ്പമല്ല. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിലത്തിരുന്ന് കഴിക്കും. അപ്പോഴാണ് അവൾക്ക് ചോറ് ഒക്കെ വാരി വിതറാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അവരെ കൂടെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ഒരു സുഖം വേറെ അല്ലേ. ദ്രവകൂട്ടിന് ക്ഷമ കിട്ടി തുടങ്ങി. ദ്രവകൂട്ടൻ തന്നെ വിളമ്പി കഴിക്കാൻ ഇഷ്ടം. ബീട്രൂട്ട് ഇപ്പം എന്താണ് കുറച്ച് ദിവസമായിട്ട് ഇഷ്ടമാണ്. എത്ര ദിവസത്തേക്ക് ഇഷ്ടം ഉണ്ടാവും അറിയാം. അവന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ താൽക്കാലികം മാത്രമായിരിക്കും. അതായത് കുറച്ച് ദിവസം ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് ആ കറി അവനത് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം 2 ദിവസമായിട്ട് ബീട്രൂട്ട് കഴിക്കുമ്പോൾ കഴിക്കുന്നുണ്ട്. പിന്നെ രസം ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നുണ്ട്. അത് മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ ദുർഗക്കുട്ടി ചെറിയ രീതിയിൽ ടേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇനി ഞാൻ കഴിക്കാനുള്ള പരിപാടി നോക്കട്ടെട്ടാ. വറ്റൽമുളക് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് എങ്ങനെയുണ്ട് കറി നമ്മൾ ഉണ്ടാക്കണ കണ്ടിട്ടല്ലേ ഉള്ളൂ. എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് വഴുതനങ്ങയും വെക്കാം. അപ്പോൾ വഴുതനങ്ങയും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാട്ടോ. ഇതെല്ലാം തന്നെ നമുക്ക് പലതരത്തിലും ഉണ്ടാക്കാൻ പറ്റും. വഴുതനങ്ങ ഇതുപോലെ ചെയ്യാറുണ്ട്. വഴുതനങ്ങ ഇതുപോലെ ചെയ്യാം. ഓക്കെ. അപ്പൊ എല്ലാരും ഇതേപോലെ തന്നെ വഴുതനങ്ങ ഒന്ന് ട്രൈ ചെയ്ത്. അവള് തന്നെ എടുത്ത് കഴിക്കണമെന്നാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അവൾ അങ്ങനെ കഴിക്കണേ. കണ്ടിട്ട് കൊടുക്കുമ്പോ ഇനിയിപ്പോ വാങ്ങിയ ചാൻസ് കുറവാണ്. മതിയെന്ന് അവൾ ഒരു പ്രാവശ്യമൊക്കെ വാരി കൊടുത്ത് കഴിക്കും. പിന്നീട് ഇപ്പൊ തന്നെ കഴിച്ചു തുടങ്ങി. ആദ്യമൊക്കെ കുഴപ്പമില്ലാണ്ട് വാരി കൊടുത്ത് കഴിച്ചിരുന്നു. കളയണതൊന്നും ഞങ്ങള് നോക്കില്ല. അപ്പൊ ഇഷ്ടമായി. അത് ഫുഡ് അടിപൊളിയായിട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇനി ധ്രുവക്കുട്ടൻ കഴിക്കാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. ധ്രുവക്കുട്ടന് കൂടുതൽ ഇഷ്ടം അതാണ്, ബീട്രൂട്ടാണ്. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുക. ബൈ.